അങ്ങനെ ഞങ്ങൾ ബുംല പാസിലേക്ക് പോവുകയാണ് ഗൈസ്. ഇന്ത്യ ചൈന ബോർഡറാണ്. ഏകദേശം 15,200 അടി മുകളിലാണ് ബുംല പാസ് ഉള്ളത്. ഓക്സിജൻ ലെവൽ 50% താഴെയാണ്. നെറ്റ്വർക്കാണ് തീരെയില്ല. സമ്മറിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇവിടെ സ്നോ എക്സ്പെക്ട് ചെയ്യാം. മുമ്പ് പല റൈഡുകൾ പോയിട്ടുണ്ടെങ്കിലും മഞ്ഞിലൂടെ പോകാൻ പോകുന്ന ആദ്യമായിട്ടാണ് കേട്ടോ. മഞ്ഞുണ്ട് എന്നുള്ള എക്സ്പെക്റ്റേഷനാണ് നമ്മൾ പോകുന്നത്. നമുക്ക് എന്തോ ഒരു ഭാഗ്യമുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇന്നലെ വരെ ബൈക്കൊന്നും കടത്തി വിട്ടില്ലായിരുന്നു. ഇന്നാണ് ബൈക്ക് വിടാൻ തുടങ്ങിയത്. നമ്മുടെ ലക്ഷ്യം ബുംല പാസും മാധുരിയിലേക്കുമാണ്. ബുംല പാസിലേക്ക് 32 കിലോമീറ്റർ ഉള്ളൂ. ആദ്യത്തെ 10 കിലോമീറ്റർ കയറിയപ്പോൾ തന്നെ മഞ്ഞ് കാണാൻ തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ ഉച്ചയ്ക്ക് അപ്ലൈ ചെയ്ത പാസ് ഇന്ന് രാവിലെയാണ് വാർ മെമ്മോറിയൽ നിന്ന് കളക്ട് ചെയ്തത്. പാസ് കളക്ട് ചെയ്ത് നേരെ ചായയും കുടിച്ച് നേരെ ഇറങ്ങിയതാണ്. ബൈക്ക് റെൻറ്റഡ് വണ്ടിയാണെങ്കിലും സ്വന്തം വണ്ടിയാണെങ്കിലും ഇവിടേക്ക് കടത്തിവിടും. പക്ഷേ ബാക്കിയുള്ള കാറുകളൊന്നും കടത്തിവിടുന്നില്ല. ബാക്കിയുള്ളതൊക്കെ ടാക്സിയിൽ മാത്രമേ ഉള്ളവർ കയറുന്നുള്ളൂ. ഒരു ടാക്സിക്ക് ചാർജ് വരുന്നത് 5,000 രൂപയാണ്. നിങ്ങൾ ടാക്സിയാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ പെർമിറ്റും കാര്യങ്ങളും അവർ തന്നെ റെഡിയാക്കി തരും. ടോട്ടൽ 5,000 രൂപ കൊടുത്താൽ മതി. അതൊരു വണ്ടിക്കുള്ള ചാർജാണ് കേട്ടോ. നിങ്ങൾ കുറേ പേരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഷെയർ ആയിട്ട് എടുക്കാൻ കഴിയുമെങ്കിലൊക്കെ അങ്ങനെ ഷെയർ ആയിട്ട് എടുക്കുകയാണെങ്കിൽ അത് ഡിവൈഡ് ചെയ്തിട്ടുള്ള പൈസ നിങ്ങൾക്ക് വരുള്ളൂ. ഉയരം കൂടും തോറും റോഡിലൊക്കെ മഞ്ഞിട്ടോ. റോഡിൽ ഓരോ സൈഡിൽ നടുവിലൊക്കെ വീണ് കിടക്കുന്നുണ്ട്. മഞ്ഞ് പല ഏരിയയിലും മഞ്ഞുണ്ട്. ആദ്യം കണ്ടപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. പിന്നെ ഇപ്പോൾ തണുപ്പ് കൂടിയിട്ട് ആകെ സീനായി തുടങ്ങിയിട്ടുണ്ട്. മുകളിലേക്ക് കയറും തോറും ചെറിയ രീതിയിലുള്ള മഞ്ഞ് വീഴ്ചയുണ്ട് കേട്ടോ. ചെറിയ രീതിയിൽ മഞ്ഞ് വീഴ്ചയുണ്ട്. അതേപോലെ ലൈറ്റായിട്ട് മഴയും പെയ്യുന്നുണ്ട്. ചെറിയ ചാറൽ മഴയുണ്ട്. ബോർഡർ ഏരിയ ആയതുകൊണ്ട് തന്നെ ഈ റൂട്ടിൽ കയറിയതിന് ശേഷം പിന്നെ വേറെ ഒന്നുമില്ല കേട്ടോ. ഷോപ്പുകളോ വീടുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ജസ്റ്റ് ആർമി ക്യാമ്പുകൾ മാത്രമാണുള്ളത്. പല ഏരിയയിലും ആർമിക്കാരിന്ന് വെടി പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അവർ ട്രയലും കാര്യങ്ങൾ നടക്കുന്ന ഏരിയയാണ്. അവിടെ നമുക്ക് ക്യാമറ ഓഫ് ചെയ്യണം. നമ്മൾ അവിടുന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അഥവാ നമ്മൾ ഷൂട്ട് ചെയ്താൽ അത് ഡിലീറ്റ് ചെയ്യിപ്പിച്ചിട്ട് അവർ വിടുള്ളൂ. പിന്നെ നമ്മളത് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള സാമാന്യ ബോധം നമുക്കുണ്ടല്ലോ. അതുകൊണ്ട് നമ്മളതൊന്നും അപ്ലോഡ് ചെയ്യില്ല. ഫസ്റ്റ് നമുക്ക് മാധുരിയിലേക്ക് കണ്ടിട്ട് ബുംല പാസിലേക്ക് പോവാം. രണ്ടും സെയിം റൂട്ടാണ്. ജസ്റ്റ് ഒരു ജംഗ്ഷൻ വരുന്നുണ്ട്. അവിടുന്ന് റൈറ്റ് ലെഫ്റ്റും പോയാലാണ് മാറ്റം വരുന്നത്. നമ്മളങ്ങനെ മാധുരിയിലേക്കിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു ഷോപ്പ് കണ്ടപ്പോൾ നിർത്തിയതാണ്. ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. തണുത്തിട്ട് ആകെ കിളി പോയിട്ടുണ്ട്. മിൽക്ക് ടീ बना दो. हाँ टाइम है. നമ്മളങ്ങനെ ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് കയറിയിരിക്കാൻ പോവുകയാണ്. കാരണം ഇവിടെ ഷോപ്പിൻ്റെ ഉള്ളിൽ ഒരു ഹീറ്റർ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുണ്ടെങ്കിൽ കുറച്ചൊരു ആശ്വാസം കിട്ടും നമുക്ക് തണുപ്പിൽ നിന്നും. ഇതിൻ്റെ ഉള്ളിൽ വേറെ ആൾക്കാരുണ്ട് കേട്ടോ. ഒരു ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഹീറ്റർ സെറ്റപ്പാണ് ആ കാണുന്നത്. അതിൻ്റെ അടുത്ത് നിന്നിട്ടാണ് അവർ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല ചൂടുണ്ട്. കേരള पूरा रूट आप लोग राइड करके आए हैं? नहीं, गुवाहाटी से गाड़ी रन पे ഞാൻ കാനഡക്കാരനെ പ്രതീക്ഷിച്ചു. കുഴപ്പമില്ല, വലിയ സീനില്ല. അത് ഞാൻ ഇത് മറ്റേ ചെറിയ ഗ്ലൗ ഇട്ടിട്ടാണ്. മറ്റേ ഞാൻ ഓക്കെ വരും. ഞാൻ പറഞ്ഞേ കാറ്റടിച്ചില്ലെങ്കിൽ ഞാൻ ഓക്കെയാണ്. കാറ്റടിക്കുമ്പോൾ അത് എത്ര വലിയ ഇതാണ്. നുള്ളിപ്പോൾ പറഞ്ഞാലേ ആവുള്ളൂ കേട്ടോ. मैगी है, मैगी है. हाँ बना दो मैगी बना दो. ഒന്ന് മതിയോ? एक बना दो. ഓക്കെ. ആക്ച്വലി നമ്മളിപ്പോൾ ചൂട് കായായിരിക്കുകയാണ്. മീൻസ് ദിസ് ഈസ് എ ഹീറ്റർ പ്ലസ് ഒരു സ്റ്റൗ പോലത്തെ ഒരു സെറ്റപ്പാണ്. അങ്ങനെ അടിപൊളിയാണ്. പിന്നെ എസ്പെഷ്യലി അടിപൊളി ചായ. ഒരു രക്ഷയില്ല. നല്ല തണുപ്പ് ഐസൊന്നും കൂടെ ഇറങ്ങി വന്നിട്ട് നല്ല ചായയും കിട്ടി. ഇവിടെ ഞങ്ങൾ മാഗി പറഞ്ഞിട്ടുണ്ട്. അടിപൊളിയാണ്, സംഗതി അടിപൊളിയാണ്. പിന്നെ ഇവിടുത്തെ ആൾക്കാരൊക്കെ നൈസാട്ടോ. ഇതുവരെ വന്നിടത്തോളം ആൾക്കാരൊക്കെ നല്ല അടിപൊളി ആൾക്കാരാണ്. നല്ല രീതിയിൽ കുറച്ച് മിഠായി ഇടുന്നത്. ഇവിടെ കുറച്ച് ക്യൂട്ട് മക്കൾസ് ഉണ്ട് കേട്ടോ. കുറച്ച് മിഠായി വാങ്ങി കൊടുക്കാൻ ചെയ്യും. യുവർ നെയിം? My name is Srindu. യുവർ നെയിം? आजा कम. उठन देखो. Your name? Your seat name? Humsel बोलो. Name बोलो. Same. Okay, nice. And your name? Oh, गिर गया. नाम क्या है?
मेरे चॉकलेट क्या है ना आपका नाम क्या है हाँ नाम क्या है मैं चप्पे चप्पे योर चेपी चेपी ओके नाइस योर नेम आपका चम्मटैसी एंड योर ओके नाइस नाइस मीट यू खुशी है हैप्पी है आर यू हैप्पी ओके हैप्पी हो गया ओके बाय 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 ഓക്കെ ബൈ ബൈ ഓക്കെ ബൈ. അപ്പോൾ ഇതാണ് സാങ്സ്റ്റർ ലേക്ക് അല്ലെങ്കിൽ മാധുരി ലേക്ക്. രണ്ടും ഒരേ സ്ഥലം തന്നെയാണ്. ഇതിൻ്റെ യഥാർത്ഥ പേര് വരുന്നത് സാങ്സ്റ്റർ ലേക്ക് എന്നാണ്. പക്ഷേ നമ്മൾ പലരും കേട്ടിട്ടുള്ളത് ഇത് മാധുരി ലേക്ക് എന്ന പേരിലാണ്. അതായത് ഷാറൂഖ് ഖാൻ്റെ കൊയില മൂവി ഇവിടെ നിന്നാണ് ഷൂട്ട് ചെയ്തത്. കുറേ ഭാഗങ്ങൾ ഇവിടെ നിന്നാണ് ഷൂട്ട് ചെയ്തത്. മെയിനായിട്ട് ഒരു സോങ്ങിലെ രംഗങ്ങളൊക്കെ ഈ ഒരു സ്ഥലത്ത് നിന്നാണ് ഷൂട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ മാധുരി ദീക്ഷിത്ത് ഈ ഒരു പുഴക്കരയിൽ നിന്നിട്ടാണ് ഇതിൽ കുറേ സീനുകളുള്ളത്. അപ്പോൾ ഈ ഒരു ലേക്കിന് അങ്ങനെയാണ് മാധുരി ലേക്ക് എന്ന് പേര് വന്നത്. ഇവിടെ എത്തിയപ്പോൾ കുറേ മലയാളികളുണ്ട് കേട്ടോ. തലങ്ങും വിലങ്ങും മലയാളികളാണ് ഇതിൻ്റെ ഇവിടെ ഉള്ളത്. നമ്മൾ ഇതുവരെ പോകുന്നപ്പോൾ എവിടെ അങ്ങനെ മലയാളികൾ അങ്ങനെ കണ്ടിട്ടില്ലായിരുന്നു. പക്ഷേ ഇവിടെ ഫുള്ള് മലയാളികളാണുള്ളത്. നല്ല അടിപൊളി ഒരു സ്ഥലമാണ് കേട്ടോ. നല്ല അടിപൊളി ഭംഗിയുണ്ട് ഈ സ്ഥലം കാണാൻ. അപ്പോൾ ഞാൻ കുറച്ച് നേരത്തിനൊന്നും ഉണ്ടാകാതെ നിങ്ങൾ ഈ സ്ഥലമൊക്കെ ഒന്ന് കാണി. എന്നാൽ പിന്നെ നമുക്ക് അടുത്ത ലൊക്കേഷൻ പിടിക്കാം. ബൊംല പാസിലേക്ക് പോകാം. അതാണ് നമ്മൾ മെയിനായിട്ട് കാണാൻ വന്നത്. ഈ മാധുരി ലേക്കിൻ്റെ പുറം ഭാഗത്ത് ഫുള്ള് ചളിയാണ് കേട്ടോ. അതായത് ആ എൻട്രി ഏരിയയിൽ ഫുള്ള് ചളിയാണ്. ആകെ സീനാണ്. മഴയും മഞ്ഞും ഒക്കെ പെയ്യുന്ന സ്ഥലമല്ല, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ. ഇവിടെ ഏതായാലും ടാറിങ് ഒന്നും ചെയ്തിട്ടില്ല, കുറച്ച് സീനാണ്. നമ്മൾ വണ്ടി ഇതാ ഇപ്പോൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. സോ അത്യാവശ്യം ഹൈറ്റുള്ളൊരു ഏരിയ ആണ്. നമ്മൾ ബുംല പാസിലേക്ക് പോകാൻ പോവാണ്. ഐ ലവ് ജംഗ്ഷൻ എഴുതിയിട്ടുണ്ട്. ജസ്റ്റ് ഒരു ഗൺ പവർ കഫേ എന്നിട്ട് മിലിറ്ററിൻ്റെ ഒരു കഫേ ഉണ്ട് ഇവിടെ. സോ ഫുള്ള് മഞ്ഞുണ്ട് സൈഡിലൊക്കെ. നമ്മൾ കഫേയിലേക്ക് കയറാൻ പോവാണ്. അവിടെ വീഡിയോ സോ യാ ഇറ്റ് ഇസ് നോട്ട് റെയിനിങ്, ഇറ്റ്സ് ആക്ച്വലി ഇറ്റ്സ് സ്നോ. So nice. അപ്പോൾ ഇതാണ് ഒരു ആർമി കഫേ. ഇവിടുത്തെ പ്രത്യേകത എന്താ വെച്ചാൽ എല്ലാ പ്രൊഡക്റ്റിനും പ്രൈസ് കുറവായിരിക്കും. അതായത് ഫുഡിനൊക്കെ നല്ല പ്രൈസ് കുറവിലായിരിക്കും കിട്ടുക. പിന്നെ ഇത് ഉണ്ടാവുകയാണെങ്കിൽ ഇങ്ങനത്തെ അൽക്കുലത്തെ ഏരിയയിൽ മാത്രമേ ഈ സാധനം ഉണ്ടാവുള്ളൂ. നോർമൽ ഏരിയാസിലൊന്നും ഞാൻ ഇത് കണ്ടില്ല. ഇങ്ങനത്തെ ഓരോ കിട്ടാത്ത സ്ഥലങ്ങളിൽ ഇവരിത് കൊണ്ടുപോയിക്കോളൂ. അപ്പോൾ അവിടെ നിന്ന് ഇത് കിട്ടുമ്പോൾ ഭയങ്കര ഉപകാരം കേട്ടോ. നല്ല പ്രൈസ് കുറവായിരിക്കും, നല്ല ടേസ്റ്റ് ആയിരിക്കും, നല്ല വൃത്തിയിൽ സാധനം സെറ്റാക്കി തരും. അപ്പോൾ ഇങ്ങനെ പോണവരൊക്കെ എന്തായാലും ആർമി കഫേ കണ്ടാൽ കയറി അങ്ങോട്ട് തട്ടിപ്പോയി, ഒന്നും നോക്കാനില്ല, നല്ല ഫുഡായിരിക്കും. ഈ ഒരു ലൊക്കേഷൻ ആണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത ലൊക്കേഷനാണ്. അത്രക്ക് ഭംഗിയാണ് സ്ഥലം കാണാൻ. ഇവിടെ ഉള്ളിൽ ഇരുന്നിട്ട് ഇങ്ങനെ മനസ്സുറക്കാനില്ല, പുറത്തിറങ്ങി ഇതൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. സംഗതി അടിപൊളിയാണ്. നല്ല ചായ കുടിച്ചിട്ട് മഞ്ഞിലൂടെ ഇങ്ങനെ നടക്കാൻ അടിപൊളി. പിന്നെ ഞങ്ങൾക്ക് അടിപൊളി ഒരു കാഴ്ച കാണിച്ചതാ. അവിടെ ഉണ്ടോ കുറച്ച് ആൾക്കാർ ഇരിക്കണേ. It's kind of cute. ഓ കുറെ ആൾക്കാരുണ്ടല്ലോടാ. ആ വെടി പൊട്ടുന്ന സൗണ്ട് കേൾക്കുന്നത് എന്താ വെച്ചാൽ അവർ ട്രെയിനിങ് നടക്കുകയാണ്. ആർമി ട്രെയിനിങ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. നല്ല അടിപൊളി എന്താ പറയുക, അടിപൊളി ബ്യൂട്ടിഫുൾ ലൊക്കേഷൻ എന്ന് പറയാൻ പറ്റിയ സ്ഥലം. മാരക സാധനം. ഹായ്. ओ काटेगा? ओ आएगा, प्रॉब्लम नहीं है ना? काटेगा मिल जाएगी. ओके. ആശാന്മാരെ ഉള്ളിലുണ്ട് കേട്ടോ. ഒരു നേരം ഇവിടെ ഓടി കളിക്കുന്നുണ്ട് കേട്ടോ. ഒരു നേരം ഓടി കളിക്കുന്നു.
മെല്ലെ മെല്ലെ നടക്കണമെന്ന് ഒന്നും വിചാരിക്കണ്ട, ഒന്നുമില്ല, ഐസാണ്, നല്ല സ്കിഡാവുന്നുണ്ട്, അതാണ് മെല്ലെ മെല്ലെ നടക്കുന്നത്. എന്നാൽ പിന്നെ ചായ കൂടി കഴിഞ്ഞ ശരിക്കും നമുക്ക് ബുംല പാസിലേക്ക് പോവാം. റൈറ്റ് സൈഡിൽ എന്തൊക്കെയോ കാണുന്നുണ്ട്, എന്താണെന്ന് മനസ്സിലാവില്ല, എന്തൊക്കെയോ സംഗതികളൊക്കെ അവിടെ ഉണ്ട്, ആർമീൻ്റെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും സാധനം. പതിയെ പതിയെ എയർ എടുക്കാൻ നല്ല സീൻ വരുന്നുണ്ട് കേട്ടോ. ശ്വാസം അങ്ങോട്ട് വലിച്ചിട്ട് കയറുന്നില്ല, പകുതിയൊക്കെ കയറുന്ന പോലെ ഫീൽ ചെയ്യുന്നത്. എന്താ അറിയില്ല, ഹൈറ്റ് ഇങ്ങനെ കൂടുന്തോറും ബ്രീത്തിങ് ഡിഫിക്കൽറ്റിയും കൂടിക്കൊണ്ടിരിക്കുകയാണ്. തണുപ്പ് അതിൻ്റെ അപ്പുറമായിട്ടുണ്ട്. നമ്മൾ ഏകദേശം ബുംല പാസിലേക്ക് എത്താനായി തുടങ്ങിയിട്ടുണ്ട്. കാരണം വണ്ടികളൊക്കെ തിരിച്ചു വരുന്ന കുറേ വണ്ടികൾ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ ഏരിയയിൽ കയറിയതിന് ശേഷം പിന്നെ മാപ്പൊന്നും വർക്ക് ചെയ്തിട്ടില്ല. കാരണം റേഞ്ച് എപ്പോഴോ പോയതാണ്. ഇവിടുന്ന് കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ റേഞ്ച് പോയിട്ടുണ്ട്. പിന്നെ റേഞ്ച് ഒന്നും കിട്ടിയില്ല. റേഞ്ച് ഇല്ലെങ്കിലും നമുക്ക് ആകെ 2 സ്ഥലത്തേക്കേ പോകാനുള്ളൂ. പ്രത്യേകിച്ച് വഴി തെറ്റാനൊന്നുമില്ല. 2 റൂട്ടിൽ കയറി എവിടെ എത്തിയാലും ഓക്കെയാണ്. पार्किंग से वो पीछे लगी हुई बाइक यहीं से ले जाइए यहाँ से डाल दूँगा यहाँ से निकल जाएगी सामने से വേറെ ഒന്നുമല്ല, വണ്ടി ഇവിടെ അല്ല പാർക്ക് ചെയ്യൽ, ബൈക്കിന് പാർക്കിംഗ് ആ സൈഡിലാണ്, അവിടെ കൊണ്ടുപോയി പാർക്ക് ചെയ്യാൻ പറഞ്ഞാണ് പോയി. അത്രയേ ഉള്ളൂ. ഇവിടെ ടോപ്പിലെത്തിയപ്പോൾ കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് സീനൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് കേട്ടോ. കാരണം ബ്രീത്ത് കംപ്ലീറ്റ് ആയിട്ട് എടുക്കാൻ പറ്റുന്നില്ല, ചെറിയൊരു ബ്രീത്ത് എടുക്കാൻ പറ്റുന്നുള്ളൂ. പിന്നെ ചെറിയൊരു തലകറക്കം ഫീലിംഗ് ഒക്കെ ഉണ്ട്. നമുക്ക് ഏറ്റവും വലിയ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. പിന്നെ ഓക്സിജൻ ചെറിയ സിലിണ്ടറിൽ കിട്ടും, 150 രൂപയ്ക്കല്ല ഒരു പാക്കിന് വരുന്നുള്ളൂ. അങ്ങനത്തെ ഒരു പാക്ക് വാങ്ങിയിട്ട് വന്നാൽ അതും ഓക്കെയാണ്. അത് ഞങ്ങൾ വാങ്ങിയിട്ടില്ല ഏതായാലും. കിട്ടില്ലേ? കുറച്ച് കുറവുണ്ടല്ലേ? കുറച്ച് കുറവുണ്ട്. പാസ് പാസ് വേണം. മാസ്ക് ഇട്ടിട്ടാണ്. ജസ്റ്റ് ഡ്രിങ്ക് സം വാട്ടർ. ഒരു കുരിപ്പുണ്ട് ഇവിടെ. നമ്മൾ മഞ്ഞത്ര കണ്ടാണ് ലോക ഡയലോഗ് അവിടെ കഴിഞ്ഞ ഒരു കുഴപ്പമില്ല. ഞാൻ ഇപ്പോൾ കൂളാണ് നിൽക്കുന്നത്. ഓ 2 ദിവസം മുമ്പ് ഇതല്ലെങ്കിൽ സ്ഥിതി. അത് ആറ്റിറ്റ്യൂഡ്, ഹൈ ആറ്റിറ്റ്യൂഡ്. 4 വട്ടം എൻ്റെ മേലെ വന്ന് ഇടിച്ചേ. എന്നിട്ട് എന്നോട് പറഞ്ഞത് എന്താ വെച്ചാല്, അതൊന്നൊന്നുമല്ല, ഞാൻ വെറുതെ അത് ഹൈറ്റ് ഞാൻ ഉറങ്ങിപ്പോയതാണ്. മഞ്ഞോ തണുപ്പോ അല്ല പ്രശ്നം, ആൾട്ടിറ്റ്യൂഡ്. ഹൈ ആറ്റിറ്റ്യൂഡ് നല്ല തണുപ്പുണ്ട്. തണുപ്പിന്റെ വിഷയമല്ലേ ഇനി. ഇത് 2 ദിവസം നമ്മൾ ഇവിടെ ഓൾറെഡി നമ്മളോട് വന്നിട്ട് ബോഡി സെറ്റ് ആയതുകൊണ്ടാണ് നമുക്കൊരു പ്രോബ്ലം ഇല്ലാത്തത്. അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റും കൂടി വരികയാണെങ്കിൽ ഓക്കെ നമ്മളിവിടെ വീടുണ്ടാവും. ഈ ഒരു പോയിന്റിന് ശേഷം ക്യാമറ എടുക്കാൻ പറ്റില്ല കേട്ടോ. ക്യാമറ എടുത്ത് ഉള്ളിൽ കയറ്റേണ്ടി വന്ന്. അപ്പോൾ നൈസായിട്ട് നമ്മളെ ക്യാമറ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫോൺ എടുത്തിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ കൂടി നമുക്ക് ഫോൺ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഗ്രൗണ്ട് പോലുള്ള സ്ഥലത്ത് നിന്ന് എല്ലാവരും നിന്ന് ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. കാരണം ഇവിടെ നേരെ നോക്കിക്കഴിഞ്ഞാൽ ആ കാണുന്നത് ചൈന ബോർഡറാണ്, ഇന്ത്യ ചൈന ഫ്രണ്ട്ഷിപ്പ് ബോർഡറാണ്. അവിടെ 2 ടീമിൻ്റെ മിലിറ്ററി ഉണ്ടാവും. ഒരു 2 പേര് അങ്ങോട്ട് നിന്ന് സംസാരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അവർ കൈ കൊടുക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോൾ ഫ്രണ്ട്ഷിപ്പ് ബോർഡറാണ്. അവിടെ ഫിസിക്കലായിട്ടൊരു വേലി കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു മതിൽ കെട്ടി ഇതാക്കിയിട്ടൊന്നുമില്ല. പിന്നെ ആർമി തന്നെ നമുക്ക് അവിടെ നിന്ന് ഒരു ഫോട്ടോ എടുത്ത് തരും. ആ ഫോട്ടോ ആണ് ഇവൻ്റെ കയ്യിലുള്ള ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുള്ള ആ ഫോട്ടോ. നമ്മൾ 2 പേര് ഓരോന്ന് എടുത്തിട്ടുണ്ട്. ഒരു ഫോട്ടോക്ക് 400 രൂപയാണ് റേറ്റ് വരിക. അവർ ഫ്രെയിം ചെയ്ത് നമ്മളെ കയ്യിൽ തരും. അതൊക്കെ വിത്തിൻ സെക്കൻഡ്സ് 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ആ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ കിട്ടും. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓവർ ബോഡിക്ക് സ്ട്രെയിൻ കൊടുക്കരുത്. കാരണം 50% ബിലോ ആണ് ഇവിടുത്തെ ഓക്സിജൻ ലെവൽ. അപ്പോൾ തലകറക്കം വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. എന്തെങ്കിലും ക്ഷീണമുണ്ടോ ചേട്ടാ? കണ്ണൊക്കെ സ്നോയില് സണ്ണടിച്ചിട്ട് അത് റിഫ്ലക്റ്റ് ആയിട്ട് സൺഗ്ലാസ് യൂസ് ചെയ്യാണ്ട് വന്നിട്ട് അതിന്റെ പ്രശ്നമേ ഉള്ളൂ, വേറെ പ്രശ്നമില്ല. ഭയങ്കരമായിട്ട് ഹിറ്റ് ചെയ്യാം സൺറൈസ്. അത് നേരെ നോക്കാൻ കഴിയില്ല കറക്റ്റ്. അതാണ് ചൈന ബോർഡർ. റൈറ്റ് ടൈമിൽ റൈറ്റ് പ്ലേസിൽ എത്തുക എന്ന് പറഞ്ഞാൽ വളരെ ഒരു വാക്കിംഗ് ഉള്ള സംഗതിയാണ്. സോ നമുക്ക് ആ സംഗതി കിട്ടി. ആക്ച്വലി ഈ ഒരു ബുംല പാസിൽ 2 ദിവസമായിട്ട് സ്നോ പെയ്യാൻ തുടങ്ങിയിട്ടുള്ളൂ. ആക്ച്വലി സ്നോ പെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം ബൈക്കായിട്ട് വരുമ്പോൾ ബ്ലാക്ക് വൈസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ സ്കിറ്റായിട്ട് വിടാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് കറക്റ്റ് ടൈമായിട്ട് നമുക്ക് നല്ല വൃത്തിക്ക് പോരാനും കാര്യങ്ങളും കഴിഞ്ഞ്. മീൻസ് നല്ലൊരു ക്ലൈമറ്റ്, ഓവർ ബ്ലാക്ക് ഐസ് കാര്യങ്ങളൊന്നും റോഡിലില്ല. ആ ഒരു ഭാഗ്യം തന്നെയായിട്ടാണ് കൂട്ടുന്നത്. ഇറ്റ്സ് ആക്ച്വലി നൈസ്. നമ്മൾ ഓരോ ഭാഗ്യങ്ങളാണൊക്കെ. പല സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിലും, ലഡാക്ക് പോയിട്ടുണ്ടെങ്കിലും, സ്പിറ്റി പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഐസുള്ളൊരു മഞ്ഞുള്ള സ്ഥലത്ത് എനിക്ക് അത്രത്തോളം കിട്ടിയിട്ടില്ല. ജസ്റ്റ് ഇറ്റ്സ് വണ്ടർഫുൾ, ബ്യൂട്ടിഫുൾ. ഇതുവരെ റൈഡ് ചെയ്തതൊന്നുമല്ല റൈഡിങ്, ഇനി വരാൻ പോകുന്നതാണ് യഥാർത്ഥ റൈഡിങ് എന്ന് ആ മിലിറ്ററിക്കാരൻ പറഞ്ഞപ്പോഴാണ് ഞങ്ങൾക്കൊരു ഐഡിയ കിട്ടിയത്. എന്താ സംഭവം എന്ന് വെച്ചാൽ ഞങ്ങൾ ഈ ഫോട്ടോ എടുപ്പും വീഡിയോ എടുപ്പും കുറേ തള്ളലും ഒക്കെ ആയിട്ട് കുറേ ടൈം അവിടെ സ്പെൻഡ് ചെയ്ത് അവിടുന്ന് ഒരു 1 മണിക്കാകുമ്പോൾ നമ്മൾ ഇറങ്ങേണ്ടത്. നമ്മൾ ഇറങ്ങുന്നത് ഏകദേശം 3:30-4 മണിയായിട്ടുണ്ട് അവിടുന്ന് ഇറങ്ങുമ്പോൾ.
അപ്പോൾ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സ്നോ ഇറങ്ങും, അതേപോലെ സ്നോഫാൾ ഉണ്ടാവും, മഴ പെയ്യും, ഇങ്ങനത്തെ സീനൊക്കെ ഉണ്ടാകുന്ന മിലിറ്ററിക്കാരൻ പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ പോലും അത് മനസ്സിലാക്കുന്നത്. എന്തായാലും ഫോട്ടോസും വീഡിയോസും ഒക്കെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയതുകൊണ്ട് ഞങ്ങൾ ഹാപ്പിയാണ്. ഇനി ബാക്കിയുള്ളത് എന്താണെന്നുള്ളത് വരുന്നോട് മൂപ്പര് പറഞ്ഞത് വളരെ കറക്റ്റാണ്. കുറച്ചങ്ങോട്ട് ഓടിയപ്പോൾ തന്നെ അതാ സ്നോ ആയി, ഫോഗായി, ഒന്നും കാണാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് കാര്യങ്ങൾ. It is not snow, man. ആലിപ്പഴം ഇതെന്ത് പറ്റും? ഞാൻ പോവാ, എടുക്കട്ടെ? അതായത് ആൾക്കാരുണ്ടല്ലേ. അത് ഓണായിക്കോട്ടെ, ഓണായിരുന്നോട്ടെ. ഞാൻ ചേട്ടൻ കേട്ടെ. എൻ്റെ അമ്മേ. Oh yeah. Go. അത് ഓണായിട്ടൊന്നും നോക്കോ. വലിയ തണുപ്പിപ്പോ ഫീൽ ചെയ്യില്ല കേട്ടോ. ഒന്ന് ഡ്രസ് എടുത്തപ്പോ ഒന്നത് രണ്ട് ഞാൻ പറഞ്ഞില്ലേ, മഞ്ഞ് വീണ സമയത്ത് നോട്ട് ടു കോൾഡ്, മഞ്ഞ് പെയ്തിട്ട് നിന്നിട്ട് അതിൻ്റെ തണുപ്പ്. ഫസ്റ്റ് ഉണ്ടായതിന് എൻജോയ്മെൻറ്റ് എക്സൈറ്റ്മെൻറ്റും ഒക്കെ മാറി കിട്ടിട്ടോ. അപ്പോൾ എങ്ങനെയെങ്കിലും വണ്ടി ഒന്ന് താഴ്ത്തെത്തിച്ചാൽ മതി എന്ന് മാത്രമേ ചിന്തയുള്ളൂ. ഏതോ ഒരു പെണ്ണിന് സെൽഫി എടുക്കാൻ വേണ്ടി ആ ചെങ്ങായിൻ്റെ വണ്ടി നിർത്തലാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അവൻ്റെ വണ്ടി നിർത്തലോട് ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി, റോഡൊക്കെ ആകെ സീനാണെന്നുള്ളത്. റോഡിൽ ബ്രേക്ക് അടിച്ചാൽ കിട്ടില്ല എന്ന് മനസ്സിലായി. ഐസ് കിട്ടോ, സീനുണ്ടേ, ഐസുണ്ട്. എന്താ പുള്ളിക്കാരി കാണിച്ച്? അവള് സെൽഫി എടുക്കാറുണ്ട് ഐസിൽ. ഗാഡി ഫുഡ്. ഏതായാലും അവൻ നിർത്തി അവിടെ സെൽഫി എടുത്തത് നന്നായി. എന്തായാലും അവൻ്റെ ബാക്ക് പോയാൽ മതി ഇനി. കാരണം ഒരു വലിയ വണ്ടി പോകുമ്പോൾ അതിൻ്റെ ബാക്കിൽ ടയറിൻ്റെ മാർക്ക് ഉണ്ടാവും. ആ ടയറിൻ്റെ മാർക്കിലൂടെ കറക്റ്റ് നമ്മൾ പോകുകയാണെങ്കിൽ ആ ഭാഗത്ത് മാത്രം ഐസ് ഉണ്ടാവില്ല. നമ്മൾ താഴത്ത് എത്തണ വരെ അവൻ്റെ ബാക്ക് തന്നെയാണ് പിടിച്ചത്. കാരണം പ്രത്യേകിച്ച് ഇറക്കൊക്കെ വരുമ്പോൾ നമുക്ക് ബ്രേക്ക് പിടിക്കാനുള്ളൊരു ഓപ്ഷനില്ല. ബ്രേക്ക് പിടിച്ചാൽ നമ്മൾ ഉറപ്പായിട്ട് നിലത്ത് നിരങ്ങി വീഴുന്നതാണ്. റോഡാണെങ്കിൽ ആകെ മൊത്തം സീന്, മൊത്തം സ്നോ വീണിട്ട് സ്ലഷ് ആയിട്ട് കിടക്കുക. ഒന്ന് ബ്രേക്ക് പിടിച്ചാൽ നിരങ്ങി താഴത്തെത്തുന്നുള്ള കാര്യം കംപ്ലീറ്റ് ആയിട്ട് ഷുവറാണ്. പോരാത്തതിന് ക്യാമറ ലെൻസുമിലാണെങ്കിൽ മൊത്തത്തിൽ ഫോഗും, ഒന്നും കാണുന്നില്ല ക്യാമറയിൽ. ക്യാമറ ലെൻസൊക്കെ ഒന്ന് തുടയ്ക്കണമെന്ന് വിചാരിച്ചാൽ അതുപോലും കഴിയില്ല. അത്രത്തോളം കൈ ഐസായി കിടക്കുകയാണ്. പിന്നെ എങ്ങനെ ക്ലീൻ ചെയ്യാനാണ്? അങ്ങനെ കുറേ നേരത്തെ കഷ്ടപ്പാടിന് ശേഷം നമ്മൾ ഏകദേശം താഴത്തേക്ക് എത്തിയിട്ടോ. തൽക്കാലം ഈ വീഡിയോയുടെ ഈ പാർട്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും കാണാം അടുത്തൊരു വീഡിയോയുമായിട്ട്. ഓക്കെ, ബൈ ബൈ, സി യു.